എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡിജി തോമസ്. പ്രധാന വാർത്തകൾ. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും CPIM ശക്തമായി എതിർക്കും MV ഗോവിന്ദൻ മാസ്റ്റർ. കേരളത്തിലെ CPIM അജണ്ട മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ കാരണം പ്രവർത്തന രംഗത്തെ പോരായ്മയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. ലൈംഗിക അതിക്രമ കേസിൽ മുകേഷ് MLAക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. വനം നിയമ ഭേദഗതിയിൽ വസ്തുക്കൾ പരിശോധിക്കാതെയാണ് വിവാദം ഉയർത്തുന്നതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. DGP അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് മറുപടിയുമായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ മൂലം ഒരാൾ ബസ് ഇടിച്ചു മരിച്ചു. വാർത്തകൾ വിശദമായി. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും CPIM ശക്തമായി എതിർക്കും MV ഗോവിന്ദൻ മാസ്റ്റർ. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും CPIM ശക്തമായി എതിർക്കും. രണ്ടിനുമെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുൻപോട്ട് പോകാനാകുകയുള്ളൂ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. A വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയും STPIയും UDFന്റെ ഘടകകക്ഷിയെ പോലെ പ്രവർത്തിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനം മുസ്ലിങ്ങൾക്കെതിരല്ല. RSS വിമർശനം ഹിന്ദുക്കൾക്കും എതിരല്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ശക്തിയായി വരുന്നു. അവയെ എതിർക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷവും മതേതരവാദികളാണ്. മുസ്ലിം വർഗീയവാദത്തിന്റെ പ്രധാനികൾ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും STPIയുടെയും സഖ്യകക്ഷിയാണ് കോൺഗ്രസ് എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. STPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വക്താക്കളാക്കി മുസ്ലിം ലീഗിനെ മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. STPയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും സഖ്യകക്ഷി എന്ന രീതിയിൽ തന്നെയാണ് വോട്ട് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് പറയുന്നില്ല, പക്ഷേ വർഗീയ കക്ഷിയാകാതെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ലീഗ് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല. ലീഗിനകത്തും ജമാഅത്തെ ഇസ്ലാമിയും STPയുമായുള്ള ബന്ധത്തിന്റെ പ്രശ്നം ഉയർന്നു വരും. CPIMന് ന്യൂനപക്ഷ സ്നേഹം അന്നും ഇന്നും ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ CPIM അജണ്ട മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ CPIM അജണ്ട മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാർ അജണ്ടയ്ക്ക് CPIM കുടപിടിക്കുന്നുവെന്നും വിമർശനമുണ്ട്. A വിജയരാഘവന്റെ വർഗീയ പ്രസ്താവന ഒറ്റപ്പെട്ടതാണ് എന്നാണ് കരുതിയതെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു നിലപാട് CPIM ഒരു കാലത്തും എടുത്തിട്ടില്ല. അത്രയും ജീർണതയാണ് ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നത്. സംഘപരിവാറിനെ ഭയന്നാണ് CPM നേതാക്കൾ ജീവിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പിന്നിലുള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞതെന്ന് VD സതീശൻ വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആ സ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ. അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടിയും അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടിയുമായി ലേബൽ ചെയ്യും, പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ കാരണം പ്രവർത്തന രംഗത്തെ പോരായ്മയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. മുതിർന്ന CPM നേതാവ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിന്റെ കാരണം പ്രവർത്തന രംഗത്തെ പോരായ്മയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EPയുടെ പ്രവർത്തനത്തിൽ നേരത്തെ പോരായ്മയുണ്ടായിരുന്നു. എന്നാൽ പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തി. എന്നാൽ അതിനുശേഷവും തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പദവിയിൽ നിന്ന് മാറ്റിയതെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. ലൈംഗിക അതിക്രമ കേസിൽ മുകേഷ് MLAക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ലൈംഗിക അതിക്രമ കേസിൽ മുകേഷ് MLAക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ വടക്കാഞ്ചേരി സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2011 സിനിമാ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടി എന്നായിരുന്നു പരാതി. നടിയുടെ പരാതിയിലാണ് മുകേഷിനെതിരെ കേസെടുത്തത്. പ്രത്യേക അന്വേഷണ സംഘം വടക്കാഞ്ചേരി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വനം നിയമ ഭേദഗതിയിൽ വസ്തുക്കൾ പരിശോധിക്കാതെയാണ് വിവാദം ഉയർത്തുന്നതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. വനം നിയമ ഭേദഗതിയിൽ വസ്തുതകൾ പരിശോധിക്കാതെയാണ് വിവാദം ഉയർത്തുന്നതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. നിലവിലുള്ള ബില്ലിൽ വരുത്തിയ മാറ്റങ്ങളിൽ എന്തിലാണ് വിയോജിപ്പ് എന്ന് വ്യക്തമാക്കണമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. വനത്തിലെ ജണ്ടകൾ പൊളിക്കുന്നതിനെതിരെ നടപടി വരുന്നത് ചിലർക്ക് പൊള്ളും. കർഷകർ ജണ്ട പൊളിക്കാൻ പോകില്ലല്ലോ എന്ന് ചോദിച്ച വനമന്ത്രി പൊളിക്കുന്നത് കയ്യേറ്റക്കാരാണെന്നും ചൂണ്ടിക്കാട്ടി. കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്.
മതമേലധ്യക്ഷന്മാരിൽ നിന്നും കുറച്ചുകൂടി പക്വത പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞു. DGP അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് മറുപടിയുമായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്ന ADGP അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് മറുപടിയുമായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. എല്ലാം തിരുവമ്പാടിയുടെ മേൽ വെച്ചുകെട്ടാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്നും വിഷയം CBI അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിന് മറുപടിയായി ഗിരീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പൂരം കലക്കേണ്ടത് തിരുവമ്പാടിയുടെ ആവശ്യമായിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ എന്തുകൊണ്ട് ഇത് നേരത്തെ അറിഞ്ഞില്ല എന്നും ഗിരീഷ് കുമാർ ചോദിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഒരു വലിയ പോലീസ് പട തൃശൂരിൽ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പൂരം കലക്കുമെന്നത് എല്ലാം കഴിഞ്ഞ ശേഷമാണോ അറിഞ്ഞതെന്നും റിപ്പോർട്ടിലുള്ളത് വളരെ മോശം പരാമർശമാണെന്നും ഗിരീഷ് കുമാർ കുറ്റപ്പെടുത്തി. ദേവസ്വത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഇല്ല. പലതരത്തിലുള്ള രാഷ്ട്രീയാഭിമുഖ്യം ഉള്ളവർ ഉണ്ടെങ്കിലും പൂരം വരുമ്പോൾ അവയൊന്നും ഉണ്ടാകാറില്ല. ADGPയുടെ തെറ്റ് മറികടക്കാനുള്ള റിപ്പോർട്ടാണ് ഇപ്പോഴത്തേത്. ത്രിതല അന്വേഷണ റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല. തിരുവമ്പാടി ഒരു രാഷ്ട്രീയവും കളിച്ചിട്ടില്ലെന്നും കേസ് CBIക്ക് വിടണമെന്നും പറഞ്ഞ ഗിരീഷ് കുമാർ അങ്ങനെ തെറ്റ് കണ്ടെത്തിയാൽ എന്ത് ശിക്ഷയും സ്വീകരിക്കുമെന്നും പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ മൂലം ഒരാൾ ബസ് ഇടിച്ചു മരിച്ചു. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ മൂലം ഒരാൾ ബസ്സിടിച്ച് മരിച്ചു. കുമരനല്ലൂർ പുത്തൻവീട്ടിൽ രാമൻ ആണ് മരിച്ചത്. അമിത വേഗതയിൽ വന്ന ബസ് റോഡ് മുറിച്ച് കടന്നിരുന്ന വൃദ്ധനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടം പറ്റിയ രാമനെ ആദ്യം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇനി ഒരു ഇടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ? 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. ക്രിസ്മസ് കരോൾ തടസ്സപ്പെടുത്തിയ VHP പ്രവർത്തകരുടെ നടപടിയിൽ പ്രതികരണവുമായി സന്ദീപ് വാര്യർ. പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് കരോൾ തടസ്സപ്പെടുത്തിയ VHP പ്രവർത്തകരുടെ നടപടിയിൽ പ്രതികരണവുമായി സന്ദീപ് വാര്യർ. സംഭവത്തിൽ BJP നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു. കേസ് അട്ടിമറിക്കാൻ യുവമോർച്ച ശ്രമിച്ചു. അറസ്റ്റിലായ 3 പേരിൽ 2 പേരും സജീവ BJP പ്രവർത്തകരാണെന്നും സന്ദീപ് പറഞ്ഞു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ചുമതല ഉള്ളവർ ആയിരുന്നു ഇവർ. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയായിരുന്ന C. കൃഷ്ണകുമാറുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട്. BJPയുടെ ക്രൈസ്തവ സ്നേഹം അഭിനയമാണെന്നും സന്ദീപ് വാര്യർ രൂക്ഷഭാഷയിൽ വിമർശിച്ചു. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ VHP പ്രവർത്തകരായ 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി K. അനിൽകുമാർ, ജില്ലാ സംയോജക V. സുശാസനൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. വേലായുധൻ എന്നിവരെയാണ് ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശബരിമല മണ്ഡല പൂജ ഈ മാസം 25-26 തീയതികളിൽ നടക്കും. ശബരിമല മണ്ഡല പൂജ ഈ മാസം 25-26 തീയതികളിൽ നടക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്ന് പത്തനംതിട്ട കളക്ടർ അറിയിച്ചു. ഡിസംബർ 25-26 തീയതികളിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് 50,000 മുതൽ 60,000 വരെയായി ക്രമീകരിക്കും. അതേസമയം സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി. ഡിസംബർ 25 ഉച്ചയ്ക്ക് 1 ശേഷം തങ്ക അങ്കി ഘോഷയാത്ര ഉണ്ടായതിനാൽ പമ്പയിൽ നിന്ന് പരമ്പരാഗത തീർത്ഥാടന പാതയിലൂടെ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നതിനും നിയന്ത്രണമുണ്ടാകും. ഇതിനുശേഷം തങ്ക അങ്കി ഘോഷയാത്ര 25-ന് പമ്പയിലെത്തിയിട്ട് 6:15-ന് സന്നിധാനത്ത് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് വൈകിട്ട് 5-ന് ശേഷം നിയന്ത്രണങ്ങൾ ഒഴിവാക്കി സന്നിധാനത്തേക്ക് കയറ്റിവിടും എന്നും
കളക്ടർ അറിയിച്ചു. മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. ആനക്കൊട്ടിലിൽ തങ്ക അങ്കി ദർശനം നടന്നു. പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ പോലീസിന്റെ സുരക്ഷാ അകമ്പടിയോടെ ആറന്മുള കിഴക്കേ നടയിൽ നിന്നായിരുന്നു ഘോഷയാത്രയ്ക്ക് തുടക്കം. 26-ന് മണ്ഡല പൂജ നടക്കും. മച്ചാട് മാമാങ്കം മണലിത്ര ദേശം വിളംബര പത്രിക പ്രകാശനം ചെയ്തു. മധ്യ കേരളത്തിലെ പ്രസിദ്ധമായ മച്ചാട് മാമാങ്കത്തിന്റെ മുഖ്യ പങ്കാളികളായ മണലിത്ര ദേശം വേലാഘോഷ കമ്മിറ്റിയുടെ വിളംബര പത്രികയും കലണ്ടറും പ്രകാശനം ചെയ്തു. മച്ചാട് തിരുവാണിക്കാവ് ശ്രീകോവിലിൽ പൂജിച്ച വിളംബര പത്രിക തിരുവാണിക്കാവ് മേൽശാന്തി കല്ലൂർ മഠം സുരേഷ് എമ്പാന്ത്രിയിൽ നിന്നും മണലിത്ര ദേശം പ്രസിഡന്റ് രാജീവൻ മൂത്തുമന, സെക്രട്ടറി ഇൻചാർജ് ശ്രീജേഷ് പതിയാമ്പറമ്പിൽ, ട്രഷറർ രതീഷ് തുരുത്തിന്മേൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. അരിക്കര ഇല്ലം കൃഷ്ണകുമാർ ഇളയത് കലണ്ടർ പ്രകാശനം ചെയ്തു. വിളംബര പത്രിക ഡിജിറ്റൽ പതിപ്പിന്റെ പ്രകാശനം അരിക്കര ഇല്ലം ജയൻ ഇളയത് നിർവഹിച്ചു. പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് മണലിത്ര അയ്യപ്പൻകാവ് പൈതൃക കളരിയിൽ വിദ്യ അഭ്യസിച്ചവരുടെ കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് അരങ്ങേറി. മച്ചാട് മാമാങ്കത്തിന്റെ ഊഴക്കാരായ പനങ്ങാട്ടുകര, കല്ലമ്പാറ, തെക്കുംകര, പുന്നമ്പറമ്പ് എന്നീ ദേശക്കാരുടെ പ്രതിനിധികളും തട്ടകവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദ പരാമർശത്തിൽ വിജയരാഘവനെതിരെ കെ മുരളീധരൻ. വയനാട് തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദ പരാമർശത്തിൽ വിജയരാഘവനെതിരെ കെ മുരളീധരൻ രംഗത്ത്. വിജയരാഘവനെ RSS തലവൻ മോഹൻ ഭഗവതിനോട് ഉപമിച്ചാണ് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. മോഹൻ ഭഗവത് പോലും പറയാത്ത കാര്യങ്ങളാണ് വിജയരാഘവൻ പറയുന്നതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. മോഹൻ ഭഗവത് വിജയരാഘവനെ കണ്ടാൽ കാലിൽ വീഴും. വിജയരാഘവൻ BJP നേതാവായ മട്ടിലാണ് പ്രതികരിക്കുന്നതെന്നും BJPയും CPIഎമ്മും തമ്മിൽ അന്തർധാര സജീവമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിനെയും കെ മുരളീധരൻ വിമർശിച്ചു. പൂരം കലക്കിയവർ തന്നെയാണ് റിപ്പോർട്ടുണ്ടാക്കിയത്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടും താൻ അംഗീകരിക്കില്ല. കള്ളനെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അന്വേഷണ ചുമതല ഏൽപ്പിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്നും അജിത് കുമാർ തന്നെയാണ് പൂരം കലക്കാൻ മുന്നിൽ നിന്നതെന്നും മുരളീധരൻ പറഞ്ഞു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആയിട്ടില്ല, പിന്നെ പാർലമെന്ററി പാർട്ടി നേതാവാണ് അദ്ദേഹം അലങ്കരിച്ച പദവി. ആ പാർലമെന്ററി പാർട്ടി നേതാവാണെങ്കിലും 5 പേരിൽ നിന്നും സംസ്ഥാന ഭരണത്തിലേക്ക് കടന്നു വന്നപ്പോഴും രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഇനി എന്ത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മുന്നിൽ കിങ് നിന്ന് കരുണാകരൻ കിങ് മേക്കറായി വന്നതും ലോക മാനവരാശി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലീഡറിന്റെ ഓർമ്മകൾ നമുക്ക് കോൺഗ്രസുകാരായി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MM ഷംസുദ്ദീൻ, റൂബി ഫ്രാൻസിസ്, അപ്പു ആളൂർ, AM സുബൈർ, AD സജു, ജോയ് ആന്റണി, ബെർട്ടിൻ ചെറുവത്തൂർ, AP ബാബു, സബിരാജ് തോമസ്, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രസാദ് വാഗ, ഷാജു തരകൻ, BV ജോയ്, ആൻഡോ ലിജോ, ജനപ്രതിനിധികളായ OJ ഷാജൻ, ജെറോം ബാബു, ജോസഫ് ബെന്നി, TK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പുതുവത്സരവും ക്രിസ്തുമസും പ്രമാണിച്ച് പുന്നമ്പറമ്പിലെ റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ കിടിലൻ ഓഫറുകൾ. പുതുവത്സരവും ക്രിസ്തുമസും പ്രമാണിച്ച് പുന്നമ്പറമ്പിലെ റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ കിടിലൻ ഓഫറുകൾ. പ്രമുഖ കമ്പനികളുടെ എല്ലാ ഗൃഹോപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ, മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ എല്ലാം സ്വന്തമാക്കാം. ഷോപ്പിംഗ് ഉത്സവമാക്കാൻ മാമാങ്കത്തിന്റെ നാടായ മച്ചാട്ടിലേക്ക് വരൂ.
പുന്നമ്പറമ്പിലെ വിശാലമായ റോയൽ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്റ്റീൽ, അലുമിനിയം, ബ്രാസ് എന്നിവയ്ക്ക് എക്സ്ചേഞ്ച് ഓഫറുകൾ. റോയൽ ഹൈപ്പർ മാർക്കറ്റ് പുന്നമ്പറം. ഫോൺ 7736598528 89075181100. നദാലെ ഫെസ്റ്റ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ അറിയിച്ചു. സുഹൃത്തുക്കളെ, നത്താലെ ഫെസ്റ്റ് വടക്കാഞ്ചേരിയിൽ നാളെ അരങ്ങ് തകർക്കുകയാണ്. ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും പെരുമ്പറയുമായിട്ട് വടക്കാഞ്ചേരിയിലെ പൗരാവലിയും വടക്കാഞ്ചേരിയിലെ പ്രമുഖരും വ്യാപാര സമൂഹവും വിവിധ മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഒരുമിച്ച് ചേർന്ന് നത്താലെ ഫെസ്റ്റിന് അരങ്ങ് ഒരുക്കുമ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഏറെ മതസൗഹാർദ്ദത്തിൻ്റെ മനുഷ്യ മനസ്സുകളുടെ ഒരുമയോടെ ഒരു ആഘോഷമാക്കി മാറ്റുവാനായിട്ട് നത്താലെ ഫെസ്റ്റിൻ്റെ സംഘാടകർ പരിശ്രമിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് ഓട്ടുപാറ സെൻറ്ററിൽ നിന്നും ആരംഭിക്കുന്ന നത്താലെ ഫെസ്റ്റിൽ വാദ്യമേളങ്ങളും സംഗീതവും നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. നത്താലെ ഫെസ്റ്റിൻ്റെ സമാപന സമ്മേളനം നാളെ വൈകിട്ട് 8 മണിക്ക് വടക്കാഞ്ചേരി ഫൊറോന പള്ളി ദേവാലയത്തിൻ്റെ പാരിഷ് ഹാളിൽ നടക്കുന്നതായിരിക്കും. ഈ സമ്മേളനത്തിലും ഈ കരോൾ ഘോഷയാത്രയിലും നമ്മുടെ സ്ഥലം MP ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാറും സ്ഥലം MLA നമ്മുടെ സേവ്യർ ചില്ലപ്പള്ളിയും നഗരസഭാ അധ്യക്ഷൻ നമ്മുടെ PN സുരേന്ദ്രനും എല്ലാ കൗൺസിലേഴ്സും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂര കമ്മിറ്റി പ്രമുഖരും വ്യവസായ പ്രമുഖരും വ്യാപാര പ്രമുഖരും നല്ല മനസ്സെല്ലാവരും അണിചേരുകയാണ്. എല്ലാവരെയും നത്താലെ ഫെസ്റ്റിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നിച്ച് ഈ ദേശത്തെ ഒരു സ്വർഗതുല്യമാക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റാം. ഈ ദേശം ലോകം മുഴുവൻ അറിയുന്ന നല്ലൊരു ദേശമാകട്ടെ, നന്മയുടെ ദേശമാകട്ടെ. എല്ലാവർക്കും അടുത്തു വരുന്ന ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകളെ സ്നേഹപൂർവ്വം നേരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും CPIM ശക്തമായി എതിർക്കും MV ഗോവിന്ദൻ മാസ്റ്റർ. കേരളത്തിലെ CPIM അജണ്ട മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ കാരണം പ്രവർത്തന രംഗത്തെ പോരായ്മയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. ലൈംഗിക അതിക്രമ കേസിൽ മുകേഷ് MLAക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. വനം നിയമ ഭേദഗതിയിൽ വസ്തുക്കൾ പരിശോധിക്കാതെയാണ് വിവാദം ഉയർത്തുന്നതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. DGP അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് മറുപടിയുമായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ മൂലം ഒരാൾ ബസ് ഇടിച്ചു മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.